നാക്ക് വെളിയിൽ നിന്നിട്ടുണ്ട്. എന്തിനാണോ സൂപ്പർ. ഈ 2 തുള്ളിയുള്ളൂ? 2 തുള്ളിയുള്ളൂ? ഞാൻ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 28 പൾസ് പോളിയോ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൊച്ചിന് പോളിയോ എടുക്കാൻ പോകണം. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഉച്ചയാകുമ്പോൾ ജോലി കഴിഞ്ഞ് വരും, അപ്പം പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം രാവിലെ ഭയങ്കര മഴയാണ്, അടിപൊളി മഴയായിരുന്നു കേട്ടോ ഇവിടെ. രാവിലെ തന്നെ അവൻ എണീച്ചിട്ടുണ്ട്. നേരെ പോകുന്ന അടുക്കളയ്ക്കായിരിക്കും കേട്ടോ, പാല് ചൂടാക്കി കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് രാവിലെ പാലൊക്കെ ചൂടാക്കി കൊടുത്ത് എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ ഇവന് ഞാൻ അപ്പം ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പം രാവിലെ അപ്പമൊക്കെ ചുട്ട്, സത്യം പറഞ്ഞാൽ ഈ അപ്പം ശരിക്കും കിട്ടിയും കൂടിയില്ല കേട്ടോ. എന്തിൻ്റെ കുറവാണ്? എൻ്റെ കുഴപ്പമാണോ അത് അപ്പത്തിൻ്റെ കുഴപ്പമാണോ അത് അപ്പച്ചട്ടിയുടെ കുഴപ്പമാണോ എന്ന് കൂടി അറിയില്ല. അപ്പം കറക്റ്റായി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഈ അപ്പമാണ് അവന് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ തലേദിവസം തന്നെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് അരച്ചിട്ട് പുളിക്കാൻ വെച്ചായിരുന്നേ. കാരണം കൊച്ചിനും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് പുറത്തുനിന്ന് അധികം ഫുഡൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ട് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിയപ്പത്തിന് മാവൊക്കെ റെഡിയാക്കിയായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പ്രോബ്ലം വന്നാൽ എന്തെന്നറിയോ, ഞാൻ ആ ഉണ്ണിയപ്പത്തിൻ്റെ കളർ വരത്തില്ല. ഞാൻ ആ കളർ വരുന്നതിന് മുമ്പ് അതിന് ഉണ്ണിയപ്പം എടുക്കും. കാരണം എനിക്ക് ആ കളർ വന്നേനാൽ എനിക്ക് പറ്റത്തില്ല. എനിക്കൊരു ചിലപ്പോൾ കരിഞ്ഞു പോകുന്ന പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കളർ വരുന്നതിന് മുമ്പേ എടുക്കും. അപ്പോൾ വേവാത്ത പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ ചോറും കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം തലേദിവസത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തോരൻ മാത്രമേ വെക്കേണ്ടാവുള്ളൂ. പിന്നെ കേബേജ് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തോരൻ വെച്ചു. പിന്നെ ഉച്ചയുറക്കം അവന് ശീലമായതുകൊണ്ട് ഒരു 12 മണിയാകുമ്പോൾ തന്നെ എന്നെ ഉറക്കിയായിരുന്നു. കാരണം നല്ല മഴയായിരുന്നേ. എന്താ കണ്ട അടിപൊളി മഴ പെയ്യായിരുന്നു, നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് എങ്ങനെ പോയി പോളിയോ എടുക്കാനാണ്. പോളിയോ എടുക്കാൻ പുറത്ത് പോകണമെങ്കിലും നമ്മൾ ഈ മഴയിൽ തന്നെ പോകണമല്ലോ. അപ്പം ആദ്യം എങ്ങനെയാണെന്ന് പോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഏട്ടൻ വന്ന ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഏട്ടൻ വന്നു, ഉച്ചയ്ക്ക് ശേഷം ഏട്ടൻ വന്നു. അപ്പോൾ അവനെയൊക്കെ ഒന്ന് റെഡിയാക്കി. അവൻ അപ്പം ഉറങ്ങി എണീച്ചായിരുന്നു കേട്ടോ. 1.5 മണിക്കൂറേ അവൻ ഉറങ്ങാറുള്ളൂ. ഉറങ്ങി എണീച്ച് അവനൊന്ന് മേക്കഴിച്ച് സാധനം കുളിച്ചിട്ടാണ് ഉറക്കാറ്. എന്നാലും ഉറങ്ങിയതല്ലേ, വേറെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഒന്ന് മേക്കഴിച്ചു. എന്നിട്ട് കൊച്ചിന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മഴയായതുകൊണ്ട് ചുടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കുന്നത് അവനൊക്കെ. നമ്മൾ തല ചീകണുണ്ട്, അവനും തല ചീകണം. നമ്മൾ പൊട്ട് തൊട്ട് അവനും പൊട്ട് തൊടണം. നമ്മൾ കൺമഷി എഴുതിക്കാൻ അവനും കൺമഷി എഴുതണം. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ അനുകരിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തല ചീകിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആ ചീപ്പെടുത്തിട്ട് തല ചീകണം പറഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് ചീകി കൊടുക്കുകയാണ് അവന്. ഇവിടെ അടുത്താണ് കേട്ടോ, നമ്മളിവിടുത്തെ അടുത്തുള്ള സെൻറ്ററിൽ പോയിട്ടാണ് കേട്ടോ ഞാൻ പോളിയോ കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവനെ റെഡിയാക്കിയായിരുന്നു. അപ്പം ഞാൻ അവന് ടി വിയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. അവന് ഒരു ഉണ്ണിയപ്പവും ടി വിയൊക്കെ കൊടുത്താലേ നമ്മളെ റെഡിയാക്കാനാണ് സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ നടന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതൊക്കെ അവനും ചെയ്യണം പറയും. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ്റെ സോഫയിൽ ഇരുത്തി ഒരു ഉണ്ണിയപ്പം കൈ കൊടുത്തു. അപ്പോൾ ടി വിയും വെച്ച് കൊടുത്തു. ഞാൻ ടി വി ഒന്നും അധികമൊന്നും കാണിക്കാറില്ല കേട്ടോ. ഫോണും ടി വിയൊന്നും അധികം കാണിക്കത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ അവനെ എല്ലാം കാണിക്കത്തുള്ളൂ. പിന്നെ ടി വി ആണെങ്കിലും കൂടി ഞാൻ കുറച്ച് കാണിക്കും, ഫോണൊന്നും കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് അവൻ ഉണ്ണിയപ്പം കഴിച്ചിട്ട്, ഉണ്ണിയപ്പം ആദ്യം വേണ്ട പറഞ്ഞെങ്കിലും കാരണം ആ കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ നമുക്ക് ഇതായി പിന്നെ സമയം നോക്കിയിട്ട് വേണം ടി വി നമുക്ക് റെഡിയാവാം. ഇപ്പം ഇവൻ കൊച്ചായത് ശേഷം എനിക്ക് റെഡിയാവലൊക്കെ കണക്കാം. അല്ലെങ്കിൽ നമുക്കറിയില്ല, കുറച്ച് സമയമൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ റെഡിയാവുക. പക്ഷേ ഇവൻ വന്ന ശേഷം ഒന്നിനും ഒന്നിനും സമ്മതിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ റെഡിയാവലൊക്കെ കണക്കാം. അപ്പോൾ അത് തലയൊക്കെ ചീകി ഞാനൊന്നും അധികം ചെയ്യുന്നില്ല കേട്ടോ. കാരണം പ്രവീണിട്ടൻ പറഞ്ഞായിരുന്നേ പുറത്ത് കൊണ്ടുപോകാൻ പറഞ്ഞല്ലോ. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോക്ക് നടക്കില്ല. എന്നാലും
കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ റെഡി ആയിട്ടിരിക്കുക. പോയാൽ പോയി അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ എന്താ ചെറിയൊരു ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് അധികമൊന്നും വലുതായിട്ടൊന്നും ഇടില്ല. അപ്പോൾ ഞാൻ പിന്നെ കണ്ണെഴുതും കേട്ടോ. എനിക്കത് കോൺഫിഡൻ്റ് ആണ് കേട്ടോ. കണ്ണെഴുതാതെ പോയേക്കാൻ എനിക്ക് എന്തോ ഒരു കുറവ് വന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ കണ്ണെഴുതും. കുഞ്ഞിലെ മുതലേ അങ്ങനെയാണ് കേട്ടോ. ഞാൻ കണ്ണെഴുതായിരുന്നേ. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ണെഴുതൽ മസ്റ്റാണ്. അപ്പം നമ്മുടെ 90s ചെറുപ്പത്തിൽ ഉപയോഗിക്കുന്ന സെയിം ഐലൈനറാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഐടെക്സിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. കുഞ്ഞിലേ മുതലേ അങ്ങനെ തന്നെ കേട്ടോ. അതും മാത്രമേ മാറ്റമില്ല. അതും കൺമഷിയും ഞാൻ മാറത്തില്ല. രണ്ടും വാട്ടർ പ്രൂഫ് അല്ലെങ്കിലും കൂടി എനിക്ക് അതൊക്കെയാണ്. തലയൊക്കെ ചീകിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെയും കൊണ്ട് വേണം പോകാൻ. കാരണം മഴ നിൽക്കണ ലക്ഷണമില്ല. മഴ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. പക്ഷെ മഴ നിൽക്കുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവസാനത്തെ അടവന്ന നഴിയിൽ കോട്ടൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ഞാൻ കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, അച്ഛനും മകനും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ട് അച്ഛന് കൊടുക്കുമായിരുന്നു കേട്ടോ. എന്നെക്കൊണ്ട് പാപ്പം വേണം പറഞ്ഞിട്ട് അച്ഛന് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നിരിക്കുക. എന്നിട്ട് അച്ഛന് കൊടുത്തിട്ടാണ് ഇപ്പം ഈ കളിയൊക്കെ നടക്കുന്നത്. എല്ലാം ഈ റൂമിലാണ് കേട്ടോ. അവൻ കഴിക്കുന്നതും കളിക്കുന്നതും ഒക്കെ റൂമിലാണ്. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ താഴെ മധുരമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അച്ഛൻ്റെയും മോൻ്റെയും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് പോകാൻ റെഡി ആവാണ് കേട്ടോ. അപ്പോൾ അവന് കോട്ടൊക്കെ ഇട്ടു. പുതിയ കോട്ടാണ് ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലുത് വാങ്ങിച്ചു. കാരണം ഫുള്ളായിട്ട് ഇടാലോ എന്നല്ല കരുതി, ഇനിയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാലോ എന്ന് കരുതിയിട്ട് ഞാൻ വലുതാണ് വാങ്ങിച്ചിട്ട്. അവൻ ആദ്യം കോട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അഴിക്കാൻ നോക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും അഴിക്കണം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. അവന് പിന്നെ ആ ബൈക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോൾ ബൈക്ക് ഉണ്ടല്ലോ അതിൽ കയറണം, അവന് ട്രിപ്പ് അടിക്കണം. അപ്പോൾ അവനെ ബൈക്കിൽ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ നമ്മളങ്ങനെ സെൻറ്ററിലേക്ക് പോകേണ്ടത്. അങ്ങനെ സെൻറ്റർ എത്തിയിട്ടാ. അവിടെ വരയ്ക്കാൻ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ അവിടെ സെൻറ്ററിലേക്ക് കയറിയ സമയത്താണ് പറയുന്നത് ഞങ്ങൾ മാത്രമേ ഇനി പോളി കൊടുക്കാനുള്ളൂ, ബാക്കിയെല്ലാം രാവിലെ വന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ? അയ്യോ വേണ്ട, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുള്ളൂ. ഞങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ആ കണക്കൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് കൂട്ടിയിട്ട് പോകാനാണ്. ഞങ്ങൾക്ക് ഒത്തിരി ലേറ്റായി കേട്ടോ. രാവിലെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ധൈര്യക്കുറവ്. അപ്പോൾ അങ്ങനെ കരുതിയ ഏട്ടൻ വരട്ടെ കൊണ്ട് വെയിറ്റ് ചെയ്താൽ കേട്ടോ. അങ്ങനെ ഏട്ടനെയും കൊണ്ട് വന്നിട്ടാണ് നമ്മൾ സെൻറ്ററിൽ പോയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവന് പേടി, അവനെ കയ്യിൽ വരയ്ക്കില്ല, നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അവനൊരു പേടി. കാരണം അവൻ്റെ അപ്പം അങ്ങനെ അവരെടുത്താലോ എന്ന് കരുതിയിട്ട് അതാണ് അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഇപ്രാവശ്യം മര്യാദയ്ക്ക് തന്നെ ഇരുന്നു. 2 തുള്ളി ഒഴിക്കലും വേണ്ടുള്ളൂ. അപ്പോൾ അവൻ മര്യാദയ്ക്ക് തന്നെ ഇരുന്നു കേട്ടോ. അവൻ നാക്കൊക്കെ പുറത്തേക്ക് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ഇതിഷ്ടപ്പെട്ടിട്ടാണോ തേനാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പോളിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളിച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഈ തക്കാളിച്ചോറിനോട് ഒരുപാട് ഇഷ്ടം കൂടുതലാണ്. പിന്നെ വൈകുന്നേരം നല്ല മഴയായിരുന്നു, അതുപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അവന് ഇടാൻ താല്പര്യമില്ല ഡ്രസ്സൊന്നും. എന്നാലും ഞാൻ ഒന്ന് ഇട്ടിട്ട് ടി വിയിലൊരു മൂവി വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ. ഞാനൊപ്പം കാണും, ഇവനും കാണും. ഇവന് പിന്നെ മൂവിയോട് താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ വല്ല കാർട്ടൂൺസൊക്കെ ഉണ്ടെങ്കിൽ കാണും. ഞാൻ അധികം അത് വെച്ച് കൊടുക്കത്തില്ല, കാരണം അഡിക്റ്റ് ആയിക്കാൻ പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് അധികം വെച്ച് കൊടുക്കത്തില്ല. പിന്നെ അവന് എൻ്റെ മടിയിൽ ഇരിക്കാം, അവൻ്റെ മടിയിൽ ഇരുന്നിട്ട് തന്നെ വന്നിട്ട് അവന് ടി വി കാണാൻ. അത് അവന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.